ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു. രാവിലത്തെയും വൈകുന്നേരത്തേക്ക് അതേ മോൻ ഇവിടെ ഇരുന്ന് ചേട്ടൻ്റെ കൂടെ അടിയുടെ ഇടയിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ടി വി വെച്ചുകൊണ്ടിരുന്നിട്ട് മ്യൂട്ടിൽ വെച്ചേക്കുന്ന അവിടെ സൗണ്ട് വന്നാൽ കോപ്പിറൈറ്റ് വരില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം ചേട്ടനും ഉമ്മൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞു അവൻ. എന്നിട്ട് രണ്ടുപേരുടെ നടുക്ക് കയറി കടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഫ്രണ്ട്സ്. കളി കണ്ടോ എന്തൊരു കളി. അവന് ഈ എല്ലാവരും ഉള്ളതിൻ്റെ സന്തോഷമാണ് ഈ കളിക്കുന്നത് കേട്ടോ. എല്ലാവരും ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് അവന്. അതുകൊണ്ടാണ് ഈ കളിക്കുന്നത്. മോനോടെ ഇത്രയും നേരം കളിയായിരുന്നു കേട്ടോ. തടവാനാണ് കേട്ടോ. കൈ തോണ്ടുന്നത് എന്തിനാണെന്നറിയാം. അപ്പോൾ തടവാൻ കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പം വിളിക്കും. പിന്നെ കണ്ടോ കൈ കൊണ്ട് വിളിക്കുന്നത്. കണ്ടോ എനിക്ക് വയ്യ. ഉമ്മം കൊടുക്കുന്നത് ഇതേ സ്നേഹം തുടങ്ങി. ചേട്ടയോട് ഭയങ്കര സ്നേഹവും കളിയാണ് കേട്ടോ. നമ്മളോടൊന്നും ഇത്ര അധികം കളിക്കത്തില്ല. ഞാൻ ബോളൊക്കെ വെച്ച് ഇവരൊക്കെ ഇരിക്കുന്നുള്ളതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പൊന്നുവോ കഴിഞ്ഞു വന്നു കേട്ടോ കൊച്ച്. അച്ചു ഫുഡൊക്കെ കഴിച്ചു. കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ശരി, അവിടെ കിടന്നോ ചെറിയാരാ. ഡാഡി താഴെ എല്ലാം തുടച്ചും മുടച്ചും എല്ലാം കൊടുത്ത് ഇവിടെ വന്ന് കാണിക്കണം. കണ്ടോ കിടക്കുന്നു. ക്ഷീണിച്ചു പോയി. കുളി കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു പോയി കൊച്ച്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു പോയി. ഓ ഇപ്പോഴേ ക്ഷീണോ നിനക്ക്? ഈ വയസ്സായ? അയ്യോ ഈ കണ്ടോ കിടക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ കിടന്ന് ക്ഷീണിച്ചു പോയി. ഇടന്ന് നോക്കട്ടെ, മോഹമൊക്കെ വെളുത്തോ നോക്കട്ടെ മമ്മ. നോട്ടെ മോഹം വെളുത്തോ നോക്കട്ടെ. അതോട്ടെ എന്നാക്കട്ടെ. അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോവല്ലേ. അവിടെ മമ്മി കട്ടിൽ ഷീറ്റ് വിരിച്ചിട്ടില്ല. എവിടെ നോക്കട്ടെ മോഹമൊക്കെ നോക്കട്ടെ. വെളുത്തോ പൊന്നു വെളുത്താ? വെളുത്തല്ലോ. ഇങ്ങനെയും വെളുമ്പനാണ്. ഇപ്പോൾ വെളുത്തു. വെളുത്തു. ചോ ഇതെന്താണ് കാണിക്കുന്നേ? കണ്ടോ സന്തോഷമൊക്കെ വരുമ്പോൾ ഇങ്ങനെയാട്ടോ. അതൊക്കെ വലിച്ചെടുത്തോണ്ട് പോന്ന് കുഞ്ഞാ. ചേട്ടൻ ചേട്ടൻ എണീറ്റിട്ടില്ല ഇതുവരെ. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ കൊടുത്തേ പൊന്നിൻ്റെ വിഷു കൊടുക്കുക. ഹാപ്പി സൺഡേന്ന് എല്ലാവർക്കും കൊടുത്തേ. ഇങ്ങോട്ട് വാ. എല്ലാവർക്കും ഹാപ്പി സൺഡേ കൊടുത്തേ. ഹാപ്പി സൺഡേ എന്ന് കൊടുത്തേ. എവിടെ ഹാപ്പി സൺഡേ കൊടുത്തേ? കൈ കൊണ്ട് ഹാപ്പി സൺഡേ കൊടുത്തേ. തന്നെ എവിടെ ഹാപ്പി സൺഡേ. ഞാൻ ഉച്ചക്ക് വന്നപ്പോഴേ ക്ഷീണമായിപ്പോയി എനിക്ക്. ഞാൻ കുളിച്ചപ്പോൾ വന്നപ്പോഴേ എനിക്ക് ക്ഷീണമായിപ്പോയി ഫ്രണ്ട്സ്. നല്ല മോനാണ് കേട്ടോ മമ്മിയുടെ മോൻ. നല്ല മോനാണ്. പൗഡറൊക്കെ ഇടണ്ടേ? പൗഡറൊക്കെ ഇടണ്ടേ പൊന്നിന്? അത് സുന്ദരനാവൻ്റെ പൊന്നിന്. നീ അച്ഛൻ കുളിക്കാൻ പോയി. നിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആനയെ കുളിപ്പിക്കുന്ന പോലെ ശരീരം മൊത്തം നനഞ്ഞ്, ഡ്രസ്സൊക്കെ നനഞ്ഞ്. അമ്മയ്ക്കാണെങ്കിൽ കൈവേദന. ഇന്നലെ പൂജാപാത്രങ്ങളൊക്കെ കഴുകി നല്ല പണിയിലായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഇന്നലെ. അപ്പം അത് കാരണം ഭയങ്കര കൈവേദന. കൈയുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ടോ, റൈറ്റ് ഹാൻഡിനെ ഉള്ള. കുറച്ച് ചൂട് പിടിക്കുമ്പോൾ അത് ഷോൾഡറിലല്ല, ആ ഒരു വണ്ണയിൽ, നമ്മുടെ ആ വണ്ണയില്ലേ അവിടെ ഒരു മജ്ജക്കൊരു വേദന.
എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ കൊടുത്തേ പൊന്നോ, കൊടുക്കുന്നില്ലേ? നല്ല സുന്ദരനല്ലേ? എല്ലാവരും കാണിച്ചേ, ആൻറ്റിമാരെ, അങ്കിൾമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, ആൻറ്റിമാരെ, ഞാൻ സുന്ദരനല്ലേ? സുന്ദരനല്ലേ? നമ്മൾ സൺഡേ ബാത്ത് കഴിക്കുക അല്ലേ? സൺഡേ ആണ് നമ്മുടെ കുളി. അതിൻ്റെ ഇടയ്ക്ക് എന്തു വന്നാലും കുളിക്കൂല, തുടച്ചെടുക്കുകയല്ലോ കേട്ടോ. സൺഡേ ആണ് കുളി. അയ്യോ, ഇത് കൊണ്ടോ, ഈ കിടപ്പൊക്കെ കണ്ടോ? ഓ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മെസ്സേജൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, മെസ്സേജ് ചെയ്യണം. ഇത് കണ്ടോ പിന്നെ ഈ സോഫയിലൊക്കെ കിടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തളർന്നു പോയോ? എന്തോ ക്ഷീണമായിപ്പോയോ പൊന്നിന് ക്ഷീണമായിപ്പോയോ? കുളി കഴിഞ്ഞപ്പോൾ ക്ഷീണം വന്നോ? ഓ, ക്ഷീണം വന്നോ പൊന്നിന്? കുളി കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചോയോ? കുളിക്കുമ്പോൾ ആരെങ്കിലും ക്ഷീണിക്കോ പൊന്നാ? കുളിക്കുമ്പോൾ എനർജി അല്ലേടാ കിട്ടുന്നത്. കുളിയല്ലേ നമ്മുടെ എല്ലാം കൊണ്ടും, കുളിയല്ലേ നമ്മുടെ ഏറ്റവും പകുതി എനർജി അല്ലേ പൊന്നാ? നമ്മുടെ പൊന്നോട്, നമ്മുടെ പൊന്നിനെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. ആൻറ്റിമാർക്കൊക്കെ ഒന്ന് പൊന്നിനെ കാണിച്ചു കൊടുത്തേ. എൻ്റെ പൊന്നു, മമ്മീൻ്റെ പൊന്നിനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു കൊടുത്തേ. മമ്മീൻ്റെ പൊന്നു ഇത് കണ്ടോ നോക്കുന്നത്? മമ്മീൻ്റെ പൊന്നു ആരെന്നൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ സ്കൂബ് ആണോന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. സ്കൂബ് ഇട്ടാനാണോന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേടാ കണ്ണാ. പൊന്ന ഒന്ന് കാണിച്ചു കൊടുക്ക്. നോക്കുന്ന കണ്ടോ? ഓ, പിന്നെ ശല്യപ്പെടുത്തുന്നൊന്നും ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഇത് കേമനാണ്, കേമൻ വെച്ചു. കേമൻ ഇതാണോ മമ്മിയുടെ പൊന്ന്? എല്ലാവർക്കും കാണിച്ചു കൊടുത്ത്. ഇതാണോ മമ്മിയുടെ പൊന്ന്? ഇതാണ് മമ്മിയുടെ പൊന്ന്. സ്കൂബുമാണ് മമ്മിയുടെ പൊന്ന് കേട്ടാ. സ്കൂബുമാണ്, കാലുമല്ല, സ്കൂബുമാണ് മമ്മിയുടെ പൊന്ന്. സ്കൂബുമാണ്. ബാ, പോകുന്നുണ്ടോ? ഓ, ഈ കയറി കണ്ടോ? ഇനി ഇത് കണ്ടോ? ഇത് നല്ല ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ്. മഴയും വന്നില്ല. ഇന്നലെ ഒന്ന് കറുത്തിരുണ്ട് വന്ന് നേരം വെളുത്തപ്പോൾ 5:30 മണിയായപ്പോഴേ വെയിൽ ഉദിച്ചു. ഭയങ്കര ചൂടാണ്. ഇതേ പിന്നെ സ്നേഹമൊക്കെ കൂടുമ്പോൾ നമ്മൾ കൊഞ്ചിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിക്കുക. കിടപ്പ് കണ്ടോ? ഇപ്പം വല്ലക്കകത്തിട് കണ്ടില്ലേ കിടപ്പ്? പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഡാഡി കുളിക്കാൻ പോയി. ഡാഡി വന്നിട്ട് ഡാഡി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൂടെ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. ചേട്ടൻ പുറത്ത് ബൈക്ക് സർവീസ് ചെയ്യാൻ പോയി. ബൈക്ക് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ സർവീസ് ചെയ്യാൻ പോയി. സർവീസ് സെൻറ്ററിൽ പോയിരിക്കണം. നല്ല വെളിച്ചം കണ്ടോ? ഇത് കണ്ടോ നമ്മുടെ വെളിച്ചം? ഈ വെയിലിൻ്റെ വെളിച്ചമാണ് കേട്ടോ. ഇത് കണ്ടോ? ഭയങ്കര വെയിൽ, മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. കൂടെ വിയർത്തോളും. ഇവിടുത്തെ ചൂട് ഭയങ്കര കേട്ടോ. ഇനിയിപ്പോൾ നവംബർ പകുതിയാകുമ്പോഴും ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ട്, അതായത് ദുർഗാപൂജ കഴിഞ്ഞ്, നമ്മുടെ ഓണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ കന്നിമാസത്തിലാണ് ദുർഗാപൂജ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ, പിന്നെ ആ കാളിപൂജ അങ്ങോട്ട് ഇവിടെ നിന്ന് ദീപാവലി 3 ദിവസമാണ്. അപ്പോൾ ദീപാവലിക്ക് ഇവർ ദീപാവലി എന്ന് പറയില്ല, കാളിപൂജയാണെന്നാണ് പറയുന്നത് കേട്ടോ. ആ സമയമാണ് ദീപാവലി. അതങ്ങോട്ട് കഴിഞ്ഞ് കാളിപൂജ, അതായത് ദീപാവലി വരുന്ന എപ്പോഴും അമാവാസിയിലാണല്ലോ ഇല്ലേ? അപ്പോൾ അമാവാസിയിലായിരിക്കും. അന്ന് ആ ദീപാവലിയുടെ അന്നാണ് ഞാനും മോളും ഉപവാസവും നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും കേട്ടോ. ഒരുപാട് വർഷങ്ങളായി മഹാലക്ഷ്മി, ഗണേശ്, കുബേർ പൂജ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് മൊത്തം നമ്മൾ തലേദിവസം രാത്രി ഇട്ട് ഉപവാസമായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് തീർത്ഥം സേവിച്ചതിന് ശേഷം പിന്നെ അന്ന് ഞങ്ങൾ ദീപാവലിയുടെ അന്ന് കുറേ മീറ്റകൾ, സ്വീറ്റ്സും നട്ട്സും
ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മോളുടെ ഓഫീസിൽ നിന്നും മോൻ്റെ കൂട്ടുകാരിൽ നിന്നും ഈ ഗുജറാത്തി മാർവാഡീസൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ, എല്ലാവരും തരും. വീട് മൊത്തം അതായിരിക്കും കേട്ടോ. നമുക്ക് മതിയാവും, ഇവർക്കൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രസാദം കഴിച്ചതിന് ശേഷം എല്ലാവർക്കും, ഇവിടത്തുള്ള എല്ലാവർക്കും മോൻ്റെ കൂട്ടുകാർക്കും ഒക്കെ പ്രസാദം കൊടുത്തതിന് ശേഷം പൂരിയും അളുദമോ അല്ലെങ്കിൽ പനീറോ, അതിൽ നമ്മൾ പ്യാജ് അതായത് സവാള എടുത്തില്ല, വെളുത്തുള്ളി എടുത്തില്ല, ഇഞ്ചി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ കാഷ്യൂനട്ടൊക്കെ അരച്ച് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി അന്ന് കഴിക്കുന്നത്. അന്ന് രാത്രി ഈ പണിയൊക്കെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഉപവാസം ഇരുന്നാലും അന്നായിരിക്കും കൂടുതൽ പണികൾ കേട്ടോ. പാത്രങ്ങളൊക്കെ ദീപക്ക് കഴുതരും, ഒത്തിരി പാത്രങ്ങളുണ്ടാകും, പ്ലേറ്റുകളും പിത്തള പാത്രങ്ങളും ഒരുപാടുണ്ട്. ആ സമയത്താണ് എല്ലാം മോളിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവത്തിനെ കുളിപ്പിക്കണം, പഞ്ചാമൃതമൊക്കെ വെച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം പിത്തളയൊക്കെ അല്ലേ, എല്ലാ ദൈവത്തിനെയും വെച്ച് നമ്മൾ എല്ലാം ചെയ്ത് പൂക്കൾ ഒരുക്കണം, വീട്ടിലൊക്കെ തോരണം കെട്ടണം, ഇല കൊണ്ടുള്ള അത് നമ്മുടെ മാവല കൊണ്ടുള്ള തോരൻ, പൂക്കളുടെ തോരൻ എന്നൊക്കെ. പൂവിനൊക്കെ ഹാരത്തിനൊക്കെ ഭയങ്കര വിലയായിരിക്കും കേട്ടോ. എല്ലാം നല്ല സജ്ജന, അതായത് അങ്ങനത്തെ എല്ലാ ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതൊക്കെ അങ്ങോട്ട് തുടച്ചും ഒക്കെ. നമ്മുടെ മോൻ കേട്ടിരിക്കും കേട്ടോ എല്ലാ വർഷവും. അവനെ കൊണ്ട് അങ്ങോട്ട് വരേയില്ല. അവൻ നമ്മൾ ഇരുന്ന് പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ അവൻ വന്നിരുന്നോളും കേട്ടോ ഇവൻ. പിന്നെ അവനന്ന് തൈരും ചോറും കൊടുക്കും. അപ്പോൾ നമ്മളൊക്കെ ഭക്ഷണിയല്ലേ. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം എങ്ങനെയും ഒരു 8:30-9 മണിയാവും നമ്മൾ ഈ പൂരിയും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മാത്രമല്ല, ഇവിടത്തുള്ളവരും വരണവർക്കും ഒക്കെ കൊടുക്കും കേട്ടോ. കൂട്ടുകാർക്കൊക്കെ കൊടുക്കും, പാത്രങ്ങളിലാക്കി നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്. ഇപ്പം മോൾ ഇപ്രാവശ്യം ഉണ്ടാവും. ഇനി പുറത്ത് ഇൻ്റർനാഷണൽ മീറ്റിങ്ങിനൊക്കെ ഇവൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ അത്ര ഗംഭീരമായിട്ട് നടത്തില്ല, ചെറുതായിട്ട്. എനിക്ക് ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്തിട്ട് ഇത്രയും നേരം എടുക്കും, രാവിലെ തൊട്ട് പൂജയുടെ പണി തുടങ്ങിയ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കും, കാരണം നിർത്തില്ല. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ വയ്ക്കുന്ന പൂജ ആയതുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, ഇത് ചതുർത്ഥി, ഗണേശ് ചതുർത്ഥി, അതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ചെറുതായിട്ടെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അത് നിർത്തത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്നാലും എൻ്റെ മോനെ കൊണ്ടൊന്നും ഒരു ശല്യമില്ല. അവൻ അങ്ങോട്ട് ആ പൂജയുടെ അങ്ങോട്ടൊന്നും വരില്ല. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തീരുന്ന 2 മണിക്കൂർ ആ പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ മന്ത്രവും സ്തോത്രവും ഒക്കെ ചൊല്ല് പൂജയൊക്കെ കഴിഞ്ഞ് അവൻ അങ്ങനെ നമ്മുടെ ബാക്കിലിരിക്കും കേട്ടോ. അങ്ങനെയുള്ള എല്ലാ അറിവുകളും അവന് പൂജയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുഞ്ഞിലെ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഈ പൂജയല്ലേ കാണുന്നത്. അവൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഓൾട്ടയും പൂജാ റൂമിലും ഒക്കെ ആയതുകൊണ്ട് ഇത് കണ്ടോ കിടക്കുന്ന അല്ല പൊന്ന അത് കണ്ട് നിങ്ങൾ കണ്ടോ, പ്രണാം ചെയ്യും എല്ലാം അവനറിയാം. നമ്മൾ പീഠത്തിലിരുന്ന് മന്ത്രമൊന്നും ചൊല്ലുമ്പോൾ അവൻ ഒച്ച വെക്കൂല. ഇല്ലെങ്കിൽ അവൻ അടുക്കളയിലൊക്കെ പണി ചെയ്യുമ്പോൾ ഒച്ച വെക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിറകെ വന്ന് എൻ്റെ ഷോൾഡറിൽ വന്നൊരു ഉമ്മ വെക്കും, ആരെങ്കിലും വരികയോ അങ്ങനെയൊക്കെ ഉണ്ട്. അവനറിയാം ആ സമയത്ത് വിളിക്കാൻ പാടില്ല എന്നൊക്കെ. പാവം കേട്ടോ, 5 പാവങ്ങളാണ്. ഒരു എന്തോരം ഉമ്മ കൊടുക്കുന്നറിയുമ്പോൾ എല്ലാവരും. ഇപ്പോൾ ചേട്ടന് ഉമ്മ കൊടുക്കുന്നതൊക്കെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടില്ല. മോള് വന്ന ചുണ്ടിലാണ് ഇവ ഉമ്മ കൊടുക്കുന്നത്, ചുണ്ടിൽ. മോള് ഇനി 11-ാം തീയതി വരുള്ളൂ കേട്ടോ. 11-ാം തീയതി രാത്രി 2 മണി ആവും തോന്നുന്നു ഫ്ലൈറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെയും അവൾ 2 ദിവസം ഉണ്ടാവുള്ളൂ. 2 ദിവസം ഓഫീസിൽ പോകും. അത് കഴിഞ്ഞാൽ പിന്നെയും പോകും. അങ്ങനെ ഓരോരോ സ്ഥലത്ത്. അവളിപ്പം 9 ദിവസമായിട്ടില്ല. ബാങ്കോക്കാണ്, അവിടെയാണ് കേട്ടോ കാര്യം. ചേച്ചിയുടെ ചേച്ചി വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ചേച്ചി. ഇപ്രാവശ്യം ചേച്ചി വരുമ്പം പറഞ്ഞു ഇനിയിപ്പോൾ തണുപ്പ് വരുന്നതല്ലേ, അവിടെ കുഞ്ഞിന് പറ്റിയ ബനിയൻ, എല്ലാ ബനിയനും മോന് ചെറുതായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ബനിയനുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരണം. കുഞ്ഞിന് തണുപ്പത്ത് ഞങ്ങൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവൻ്റെ എല്ലാം ഇപ്പോൾ ഇത്ര അവൻ ഒന്നും കൂടെ പൊക്കമൊക്കെ വെച്ചില്ലേ. ഞാൻ ചോദിച്ചു, മോളുടെ അളവ് മതി അവന്. അയ്യോ വാ, ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ
എന്നും വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടില്ലെങ്കിൽ അതൊരു മനപ്രയാസം കേട്ടോ. മോനെ കാണാൻ അയ്യോ അവരൊക്കെ നോക്കിയിരിക്കില്ലേ. അപ്പോൾ ഇന്നലെ ഇന്നും വീഡിയോ ഇട്ടില്ല, ലോങ് വീഡിയോ. അപ്പോൾ ഇന്നിടുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം, മെസ്സേജ് ചെയ്യണം, ലൈക്ക് അടിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പാവങ്ങളല്ല, ഇവരുടെ കാഴ്ചകൾ, ഇവരുടെ കോമാളിത്തരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇന്ന് സൺഡേ അല്ലേ, ഒത്തിരി പണികളുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്ത പണികളെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പണികളെന്ന് പറഞ്ഞാൽ എല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ബോട്ടിലൊക്കെ ചൂടുവെള്ളത്തിൽ രാവിലെ അങ്ങ് എണീറ്റ് കഴുകലായിരുന്നു കേട്ടോ. ഇന്നലെ പൂജയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. കാരണം പൂജാപാത്രങ്ങളും നമ്മൾ രാവിലത്തെ പൂജ ചെയ്ത് കഴിഞ്ഞു. രാവിലെ ഞാൻ 4:30 മണിക്ക് എണീറ്റ് തുടങ്ങിയ പൂജ. പൂക്കാരത്തി വരാത്തതുകൊണ്ട് നമ്മൾ താമസിച്ച് പോയി. 5 മണി കഴിഞ്ഞിട്ട് ഇത് മന്ത്രവും കാര്യങ്ങളും പിന്നെ ഭക്ഷണിക്കിലുള്ള ഇരിപ്പും ഒക്കെയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 11 മണിയായിട്ട് ഞാൻ ചായ തന്നെ കുടിച്ചു, വെള്ളം പോലും കുടിച്ചത് കേട്ടോ രാവിലെ. അത് കഴിഞ്ഞ് പിന്നെയും അവിടെ ഒന്ന് തൂത്ത് തുടച്ച് ഉച്ചക്കൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ബട്ടർ കൂട്ടി ബ്രെഡ് കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല, പഴവും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഡാഡി ബ്രെഡും പഴവും കഴിച്ചു, ഞാൻ പഴവും ചായയും കഴിച്ചു. ഉച്ചക്ക് ആഹാരം അതായിരുന്നു കേട്ടോ, പൂജ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ പൊരിയും പഴവും കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. കാരണം ഇന്നലെ എല്ലാം മോള് വിളിച്ച് പറഞ്ഞു, മമ്മി പൂജ മുടക്കരുത്, ചെറുതായിട്ടെങ്കിലും ചെയ്യണം, ഞാനില്ല എന്ന് പറഞ്ഞ് ചെയ്തതുകൊണ്ട് ഞാൻ അവൾക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മോന് ഇവർക്ക് മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മോൻ ഇരുന്ന് ഞാനത് പറഞ്ഞു കൊടുക്കും. ഗണേഷ് ഗായത്രി മന്ത്രമൊക്കെ പറഞ്ഞു കൊടുക്കും, അവൻ ചൊല്ലും. ചില മന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ചൊല്ലും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ രാത്രി അവിടെയൊക്കെ തുടച്ച് എടുത്ത് വന്നു. ഇനി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, ഇന്ന് കഴുകണം അത്. അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ ഒത്തിരി നേരമായി. അപ്പോൾ പ്രസാദങ്ങളൊക്കെ കൊടുത്തു, ഉള്ളതുപോലെ എല്ലാവർക്കും ഇച്ചിരി പ്രസാദങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്നലെ ഗണേശ് ചതുർത്ഥി കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായി ഇന്നലെ. മനസ്സ് അങ്ങനെയൊക്കെ പൂജകൾ വരുമ്പോൾ നമ്മൾ പഷ്ണിയിൽ ഉപവാസത്തിലൊക്കെ ഇരുന്നിരുന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര ആത്മസംതൃപ്തി കിട്ടുന്ന പോലെ എന്നെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഞാൻ ആ ബോട്ടിലൊക്കെ കഴുകണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ആ പണിയങ്ങ് ചെയ്തു. വെള്ളം ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ട് അതിന് എല്ലാ പൊടികളും ഓരോരോ പേപ്പറിൽ തട്ടി വെച്ചിട്ട് പാത്രങ്ങൾ കഴുകലും ഒക്കെ. എന്തോ സൗണ്ട് വരുന്നവൻ നോക്കുന്നു കേട്ടോ. മോനാണോ വരുന്നത്? ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ചേട്ടൻ വരില്ല, ചേട്ടൻ ബൈക്കും കൊണ്ട് ഇവിടെ പോയിരിക്കുന്ന സർവീസ് സെൻറ്ററിൽ. നാളെ ഓഫീസിൽ പോകണ്ടേ. ഇവിടെ ഓണത്തിനൊന്നും അവധിയൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ മലയാളി അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി എല്ലാവരും ഓണത്തിന് ഞങ്ങൾ വീട്ടിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു അസോസിയേഷൻ ഉണ്ട്, അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. മോള് പറഞ്ഞ് അവിടെ പോയി ആ വഴിക്ക് ചെറിയ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, ഞാൻ പണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ. അവിടെ പോയി തൊഴുത് കുറച്ച് പൂജയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ആ വഴിക്ക് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെയാണ് വെക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിന് എല്ലാ മലയാളികളെയും വിളിച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ വൈപ്പും ഇത്രയും കറികളും പായസവും ഒക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവനുള്ളതുകൊണ്ട് എല്ലാവർക്കും പേടിയും ഭയവും ഒക്കെയാണ് വരാൻ. പിന്നെ ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടാണ് ഞാൻ എല്ലാ പായസവും എല്ലാ കറികളും അച്ചാറും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മോള് പറഞ്ഞു, മമ്മി നമുക്ക് അവിടെ പോവാം, കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ ഓണത്തിന് ഇവിടെ അവധിയൊന്നുമില്ല. ഇവിടെ നമുക്ക് കൂടുതൽ ദുർഗാപൂജയുടെ 10 ദിവസമാണ് കേട്ടോ. നവരാത്രി ആ സമയത്താണ് ഇവിടെ ദുർഗാപൂജ, അത് കന്നിമാസത്തിൽ. അതാണ് ഇവിടെ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് അവർക്ക് പൂജ വരുമ്പോഴാണ് അവർക്ക് പുതിയ തുണി എടുക്കുന്നത്. പിന്നെ അന്നൊന്നും നമ്മുടെ വണ്ടിയിൽ നിന്നും പിന്നെ ഇവിടെ എല്ലാവരും രാത്രിയാണ് ഐഡൽ കാണാൻ പോകലും എല്ലാം. ഞാൻ അതിൻ്റെ ഇതൊക്കെ ഇട്ടുതരാം കേട്ടോ. പൂജ വരുമ്പം ഓരോ പണ്ടലും ഒക്കെ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ അതാണ് കൂടുതൽ ഫെസ്റ്റിവൽ ഇവരുടെ. അതാണ് മക്കൾക്കും
ശരിക്കും ഫെസ്റ്റിവൽ വരുന്നത്. ഇപ്പോൾ വലുതായപ്പോൾ ഞാൻ ഓണത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവർക്കറിയാമെങ്കിലും അവർ എല്ലാം അറിയാം. അപ്പം ഞാൻ വീട്ടിലൊക്കെ വെച്ച് കഴിച്ചും എല്ലാവരെയും വിളിച്ചും ഗസ്റ്റിനെയൊക്കെ വിളിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിലും അന്നൊക്കെ സ്കൂളും ഉണ്ട്, കോളേജും ഉണ്ട്, പഠിത്തവും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. ദുർഗാപൂജ എന്ന് പറഞ്ഞാൽ 10 ദിവസം അവധിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കാളിപൂജ, ദീപാവലി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞാൽ മഹാലക്ഷ്മി പൂജ ബംഗാളികളുടെ. അങ്ങനെ ഒരു മാസം ഇവിടെ അവധി തന്നെ ആയിരിക്കും സ്കൂളിലുമൊക്കെ കേട്ടോ. അപ്പം അതിൻ്റെ പൂജ വരുമ്പോൾ ഓരോരോ പണ്ടലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബ്ബിൽ പണ്ടലുണ്ടാവും. അപ്പുറത്ത് ഇങ്ങനെ തൊട്ട് എല്ലാ ക്ലബ്ബുകളിലും ഓരോ അതൊക്കെ പണ്ടൽസും ദുർഗാമ്മയുടെ പണ്ടൽസും ഒക്കെയാണ്. 3 ദിവസം അവർ വെച്ച് നവരാത്രിയൊക്കെ ഇത് ദശമി കഴിഞ്ഞതിന് ശേഷം ഇത് ഗംഗാനദിയിൽ ഒഴുക്കും. അങ്ങനെയാണ് ഇവരുടെ പൂജ കേട്ടോ. അതാണ് വിജയദശമി വരെ ആ സമയത്തൊക്കെയാണ് പൂജ വരുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമാണോ എല്ലാവർക്കും? ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. ബോട്ടിൽസൊക്കെ കഴിയുമെന്നൊക്കെ കൈ ഭയങ്കര വേദന കേട്ടോ. ഇനി അങ്ങനെ കുറച്ച് പണികളൊക്കെ എടുക്കണം. നമ്മൾ ഓണത്തിന് എല്ലാം നമ്മൾ വീട് വൃത്തിയാക്കില്ല. അതുപോലെ ഇവിടെ പൂജാ സമയത്തൊക്കെ വീട് വൃത്തിയാക്കലും ഒക്കെയാണ്. ഇനി ആരെങ്കിലും വിളിച്ച് ജനലൊക്കെ തുടപ്പിക്കണം, കണ്ണാടിയൊക്കെ തുടപ്പിക്കണം, ജനലിൻ്റെ വാതിലുകളൊക്കെ തുടപ്പിക്കണം, അടുക്കളയുടെ ടൈൽസ് അതൊക്കെ തുടപ്പിക്കണം. അതൊന്നും നമുക്ക് കയറി ചെയ്യാൻ പറ്റില്ല മുകളിലൊന്നും. ഫാനുകളൊക്കെ തുടപ്പിക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോകുന്നു പണികൾ, ഒരു മെഗാ സീരിയൽ പോലെ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.